ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്നത് ഇന്നലെ രാജസ്ഥാനിലെ ബൻസ്വാരിൽ നടത്തിയ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗമാണ്. ഈ നാട്ടിലെ മുസ്ലിങ്ങളെല്ലാം നുഴഞ്ഞുകയറ്റക്കാരാണെന്നും ഏറ്റവും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സ്വത്ത് മുഴുവൻ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കൊടുക്കുമെന്നുള്ള കൊടിയ വർഗീയമായൊരു പരാമർശം പ്രധാനമന്ത്രി നടത്തിയതിന് പിന്നിലെ ചേതോവികാരം എന്താണ്? ആ രീതിയിലൊന്നും അല്ല പരാമർശം നടത്തിയത്, അത് വളച്ചൊടിക്കപ്പെടുന്നതാണ്. ഈ നാട്ടിലെ ഓരോ പൗരന്റെയും മനസ്സിൽ പതിഞ്ഞൊരു വിശ്വാസമുണ്ട്, മോദിയുടെ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിയാണ് ഇന്ന് നാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇതേപോലുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇങ്ങനെ ഇലക്ഷൻ വരെ വന്നുകൊണ്ടിരിക്കും. അതൊന്നും ഈ നാട്ടിലുള്ള ആൾക്കാർ കണക്കാക്കുന്നേ ഇല്ല. കൃത്യമായിട്ടും ഈ കേന്ദ്ര സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് കൊടുക്കുന്ന മോഹന വാഗ്ദാനങ്ങളല്ല, കൺമുന്നിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് നരേന്ദ്രമോദിജിയുടെ വികസന പ്രവർത്തനം. വർഗീയമായ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് എത്രയോ നാൾ മുതൽ ഏറ്റവും കൂടുതൽ വർഗീയമായിട്ടുള്ള ആക്ഷേപവും ആരോപണവും കേട്ട നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിനെ കുറിച്ച് പറയാത്തതായിട്ട് യാതൊന്നുമില്ല. അതിനെല്ലാം അതിജീവിച്ച് കയറി വന്നതാണ്. കാരണം ഇത് കുപ്രചരണമാണ്, ഇത് കള്ളത്തരമാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാം, ജനങ്ങൾ തിരിച്ചറിയുന്നു. ഈ നാട് ചർച്ച ചെയ്യേണ്ടത് വികസനമാണ്. വികസനം ചർച്ച ചെയ്യാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഭാരതത്തിന്റെ വികസനം പ്രചരണത്തിൽ ഈ രാജ്യത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും മുസ്ലിങ്ങൾക്ക് കൊടുക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒന്നുമില്ല. കോൺഗ്രസ് പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ചും മറ്റും അബദ്ധ ജടിലമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ഇവിടെ വർഗീയ ദുർവീകരണം ഉണ്ടാക്കാനായിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നു. ആ രീതിയിലുള്ള പ്രചരണങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു എന്നല്ലാതെ യാതൊരു തരത്തിലുമുള്ള ഒരു മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ എതിരെ നമ്മുടെ പ്രധാനമന്ത്രി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. നെടുമങ്ങാട് അല്ലെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇപ്പൊ നെടുമങ്ങാട്, വിതുര ഇതുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് കടലോരങ്ങളിലുള്ള വിഭാഗങ്ങൾ, അവരിൽ ഒന്നും നിങ്ങൾക്ക് ആശങ്കയില്ല? അവരെല്ലാവരും മുത്തലാഖ് പോലുള്ള നിരോധനം കൊണ്ടുവന്നു, സ്ത്രീകളുടെ അവരുടെ സുരക്ഷ ഉറപ്പാക്കി. മുസ്ലിം സമുദായം BJP-യോടൊപ്പം ചിന്തിക്കാൻ തയ്യാറാകുന്നു എന്ന് മനസ്സിലാക്കിയ ഇവർ രണ്ടു കൂട്ടരും വ്യാജ പ്രചരണം അഴിച്ചുവിടുക. നോക്കൂ RV രാജേഷ്, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്കും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് മോദിയെ നേരിടാൻ വർഗീയമായ പ്രചരണങ്ങളിലൂടെ പറ്റുകയുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് BJP മുന്നിലോട്ട് വയ്ക്കുന്ന ചോദ്യം. ഇവിടെ ഇപ്പോഴും പ്രസക്തമായ ചോദ്യമായി നിൽക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഒരു കോൺഗ്രസ് MP കേന്ദ്രത്തിലേക്ക് പോകണമെന്ന ചോദ്യമാണ്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി നിങ്ങൾ എങ്ങനെ മറികടക്കും? വി മുരളീധരൻ കരുത്തലാണ്. കേന്ദ്രത്തിൽ ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ആറ്റിങ്ങൽ നിന്ന് ഒരു ജനപ്രതിനിധി ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് ഇത് നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഗവൺമെന്റിന് അന്ത്യം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ഇവിടെ ഇന്ന് പ്രധാനമന്ത്രി വികസനത്തെ കുറിച്ചൊക്കെയാണ് ശ്രീ ബാലമുരളി പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വിഷം ചീറ്റുന്ന പ്രസംഗത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം അത് കേട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ രാജസ്ഥാനിലെ പ്രസംഗം കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയില്ലേ? ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയും നടത്താത്ത രീതിയിൽ ഏറ്റവും വലിയ ഹെയ്റ്റ് പൊളിറ്റിക്സ് ആണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇത്രയും വലിയ ഹെയ്റ്റ് സ്പീച്ച് ഒരു രാഷ്ട്രീയ നേതാവും അല്ലെങ്കിൽ ഒരു അധികാരത്തിരിക്കുന്ന ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യനും നടത്തിയിട്ടില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഈ രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ ഈ രാജ്യത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രസംഗം പ്രധാനമന്ത്രി നടത്തുമ്പോൾ അതെങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? എന്താണ് BJP പറയുന്നതാണ്? സബ്കെ സാത്ത് സബ്കെ വികാസ് എന്നാണ്. പക്ഷെ ആരോടൊപ്പമാണ് ഈ ഗവൺമെന്റ്? ആരോടൊപ്പമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി? അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങളുടെ ഹിന്ദുക്കളുടെ സാധനങ്ങൾ കവർന്നെടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ എത്ര വിദ്വേഷകരമായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക പ്രധാനമന്ത്രി കണ്ടിട്ടുണ്ടോ? ആ പ്രകടന പത്രികയിൽ എന്താണ് കൃത്യമായി പറയുന്നത്? ഞങ്ങളുടെ അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.